ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈറേഞ്ചുകാരുടെ പ്രിയ ഭക്ഷണമായ എല്ലും കപ്പയും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമുള്ള ചേരുവകൾ: 2 കിലോ കപ്പ, പോത്തിന്റെ വാരിയെല്ല് 1.5 കിലോ, സവാള 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, അരമുറി തേങ്ങ ചിരകിയത്, 3 തക്കാളിക്ക അരിഞ്ഞത്, 1/4 കിലോ ചെറിയുള്ളി, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 കപ്പ് വെളുത്തുള്ളി ചതച്ചത്, ചതച്ച ഇഞ്ചി 1/2 കപ്പ്, കറിവേപ്പില, കുറച്ച് മല്ലിയില, കാശ്മീരി മുളകുപൊടി 4 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാത്രത്തിലേക്ക് സവാളയും അരിഞ്ഞ ചെറിയുള്ളിയും തക്കാളിക്കയും കുറച്ച് കറിവേപ്പിലയും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും ഇടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ല് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം കുറഞ്ഞത് 1 മണിക്കൂർ എങ്കിലും മാറ്റിവെക്കണം. കപ്പ വേവിച്ചെടുക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ 1/4 ഭാഗം വെന്താൽ മതി. വെന്തുവന്ന കപ്പ ഊറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഇതുപോലെ ഒഴിച്ച് 3 തവണ ഊറ്റിയെടുക്കുക. മാറ്റിവെച്ചിരിക്കുന്ന എല്ല് ഒരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി വേകാനുള്ള വെള്ളം ഇറച്ചിയിൽ നിന്ന് തന്നെ കിട്ടും. ഈ സമയം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചിരകിയ തേങ്ങ വറുത്തെടുക്കുക. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുക. ഞാനിവിടെ 6 വിസിലാണ് ഇട്ടത്. കുക്കറിന്റെ എയർ കംപ്ലീറ്റ് പോയതിനു ശേഷം കുക്കർ തുറക്കാം. എല്ല് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഇറച്ചിയിലെ വെള്ളമൊന്ന് വറ്റിവരുന്ന സമയം മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയൊഴിച്ച് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ചെറിയ തീയിൽ 2 മിനിറ്റ് വഴറ്റണം. കറിക്ക് നല്ല നിറം കിട്ടാനും അത്യാവശ്യം എരിവിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ടതിനു ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കണം. മൂടി വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് എല്ലും കപ്പയും നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിന്റെ കൂടെ കുടിക്കാൻ പറ്റിയ നല്ല സുലൈമാനി ചായയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം. സ്വാദിഷ്ടമായ എല്ലും കപ്പയും റെഡി.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും അടുത്ത കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പിയും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.